നമസ്കാരം, ഞാൻ ബൈജു നായർ. തായ്ലൻഡിലെ ഏറ്റവും മനോഹരമായ സ്ഥലമായ ചിയാങ് മായിൽ നിന്ന് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ തായ്ലൻഡിലെ റോഡ് ട്രിപ്പിൻ്റെ 6ാം ദിവസമാണ്. ഫെയർ ഫ്യൂച്ചർ വെക്കേഷൻസിൻ്റെ വേൾഡ് സെൽഫ് ഡ്രൈവിംഗ് ഹോളിഡേ എന്ന് പറയുന്നൊരു പരിപാടിയുടെ ഭാഗമായിട്ട് നമ്മൾ ആദ്യമായി തായ്ലൻഡാണ് തിരഞ്ഞെടുത്തത്. അങ്ങനെ തായ്ലൻഡിലുടനീളം വാഹനം ഓടിച്ച് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ടൊയോട്ട ഫോർച്യൂണറാണ് അവിടെ കിടക്കുന്നത്. നമ്മൾ 20 പേരും 6 ഫോർച്യൂണറുമാണുള്ളത്. ഇന്നലെ നമ്മൾ വൈകിയാണ് ചിയാങ് മായിൽ എത്തിയത്. ഐബിസ് സ്റ്റൈലിലാണ് താമസിച്ചത്. രാത്രിയിൽ നമ്മളിവിടെ ഒരു മലയാളി ഹോട്ടലിൽ പോയി പാൻ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോയി കഴിച്ചു. അതിൻ്റെ ഉടമയായ ജയകൃഷ്ണനെ പോകാൻ നേരത്തൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു. അദ്ദേഹം തിരക്ക് പിടിച്ച് ഓടുന്നതിനിടയ്ക്കാണ് കണ്ടത്. അപ്പോൾ ഇന്ന് നമ്മളിവിടുന്ന് ചിയാങ് റായ് എന്ന തായ്ലൻഡിൻ്റെ ഏറ്റവും അവസാന സിറ്റിയിലേക്കാണ് പോകുന്നത്. അതായത് മ്യാൻമാർ ബോർഡറാണിത്. അവിടെ നിന്ന് മെയ്സോട്ട് എന്നൊരു സ്ഥലം കൂടെ കഴിഞ്ഞാൽ നേരെ മ്യാൻമാറിലേക്ക് പ്രവേശിക്കാം. മറ്റു കാര്യങ്ങൾ അവിടെ ഗോൾഡൻ ട്രയാങ്കിൾ എന്ന് പറഞ്ഞ് 3 രാജ്യങ്ങൾ ഒന്നിക്കുന്നൊരു പോയിൻ്റുണ്ട്. ലാവോസ്, മ്യാൻമാർ, തായ്ലൻഡ്. അവിടെയൊക്കെ പോകാനാണ് ഇന്ന് പരിപാടി. കൂടാതെ ലോങ് നെക്ക് കാരൻ എന്ന് പറയുന്ന ഇത്ര നീണ്ട കഴുത്തുള്ള സ്ത്രീകളുടെ ഒരു വില്ലേജുണ്ട്. അവരിങ്ങനെ വളയം പോലത്തെ സാധനങ്ങൾ ഇങ്ങനെ ഇട്ടിട്ട് കഴുത്തിന് നീളം കൂട്ടുന്ന പരിപാടിയാണ്. ഞാൻ 2 തവണ നേരത്തെ പോയിട്ടുണ്ട്. അവിടെ നമ്മളിന്ന് പോകുന്നുണ്ട്. അപ്പോൾ രാവിലെ എല്ലാവരും വരാൻ വേണ്ടി നമ്മൾ നിൽക്കുകയാണ്. 8:30ക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ 8:40 അതിന് മുമ്പ് ഇവിടെ ഇങ്ങനെ കാഴ്ച കാണാം. അത് പുതിയ ഹോണ്ട സിവിക്കാണ്. നമ്മുടെ നാട്ടിൽ ഹോണ്ട സിവിക്ക് ഇപ്പോൾ ഇല്ല. ഹോണ്ട സിവിക്ക് ഉണ്ടായിരുന്ന കാലത്ത് ആ ഒരു സെഗ്മെൻറ്റ് വാഹനങ്ങൾ വാങ്ങിക്കുന്നവരുടെ പ്രിയപ്പെട്ട ഒരു വാഹനമായിരുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയ സിവിക്കാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ RS ആണിത്. റാലി സ്പോർട്ട് എഡിഷനാണ്. പുതിയതിൻ്റെ മുൻഭാഗം പാടെ മാറിയിട്ടുണ്ട്. തീരെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ല നമുക്ക് തോന്നുന്നു. താഴെയായിട്ടൊരു ലോവർ ലിപ്പൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. എങ്കിൽ പോലും കുറച്ച് ഗ്രൗണ്ട് ക്ലിയറൻസ് കുറഞ്ഞ വാഹനം തന്നെയാണിത്. നമ്മുടെ നാട്ടിൽ വന്നത് സിവിക്കിൻ്റെ സെഡാനാണെങ്കിൽ ഇതൊരു ഹാച്ച് ബാക്ക് അല്ലെങ്കിൽ ഫാസ്റ്റ് ബാക്ക് രൂപമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിൻഭാഗമൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇന്ത്യയിൽ ഇപ്പോൾ സിവിക്ക് ഇല്ല എന്നൊരു പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം താമസിച്ച ഹോട്ടലിൽ ഒരു SLK കണ്ടിരുന്നു. ഇവിടെയും ഒരു SLK കൺവേർട്ടബിൾ അവിടെ കിടക്കുന്നു, വെള്ള വാഹനം. അപ്പോൾ ഇതൊക്കെയാണ് രാവിലെ ചിയാങ് മായിലെ വിശേഷങ്ങൾ. ഇനി നമുക്കിപ്പോൾ യാത്ര പുറപ്പെടാം ചിയാങ് റായിലേക്ക്. കമാൺ. നമ്മൾ താമസിച്ച ഹോട്ടൽ ഐബിസ് ആണ് കാണുന്നത്. ഓപ്പോസിറ്റ് നമ്മൾ യൂറ്റേൺ എടുത്തിപ്പോൾ വന്നിരിക്കുകയാണ്. അപ്പോൾ പതിവിന് വിപരീതമായി നമ്മുടെ കൂടെ ഇന്നിപ്പോൾ ഒരാളും കൂടി ഉണ്ട് നമ്മുടെ വണ്ടിയിൽ. അത് മിസ്റ്റർ സ്റ്റാൻലിയാണ്. അമേരിക്കക്കാരനായ മിസ്റ്റർ സ്റ്റാൻലി വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി തുടർന്ന് സ്റ്റാൻലി ഉണ്ടാകും ഈ മൂലയിൽ എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അല്ലേ സ്റ്റാൻലി ഇതിന് ശേഷം അമേരിക്കയ്ക്ക് തിരിച്ചു പോകാതെ കൊച്ചിയിലേക്ക് പോരുകയാണെന്നാണ് പറഞ്ഞത്. നമ്മളിപ്പോൾ പോകുന്നത് ഡോയ് സുത്തപ്പ് എന്ന് പറയുന്നൊരു മൗണ്ടനിലേക്കാണ്. ഇത് 1676 മീറ്റർ ഹൈറ്റുള്ള മൗണ്ടനാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും മുകളിലായിട്ടൊരു അമ്പലമുണ്ട്. ഇവിടം ഭരിച്ചിരുന്ന 14ാം നൂറ്റാണ്ടിൽ ഭരിച്ചിരുന്ന ലാന രാജവംശത്തിൻ്റെ അവർ പണിത അമ്പലമാണ്. അത് 1000 സ്റ്റെപ്പുകൾ കയറിയാണ് നമ്മൾ മുകളിൽ ചെല്ലാൻ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഗംഭീരമായ വ്യൂ ഒക്കെ ഉണ്ട്. ചിയാങ് മായ് സിറ്റിയുടെയും ചുറ്റുമുള്ള കാഴ്ചകളുടെയൊക്കെ നല്ല വ്യൂ ഒക്കെ ഉണ്ട്. 1000 സ്റ്റെപ്പ് കയറാൻ പറ്റുന്നവർക്ക് കയറാം, അല്ലാതെ താഴെ നിൽക്കും അല്ലേ. അതായിരിക്കും പരിപാടി. നോക്കട്ടെ, അവിടെ എത്തിയിട്ട് നമുക്ക് തീരുമാനിക്കാം കയറാൻ പറ്റുമോ എന്നുള്ള കാര്യം. എന്തായാലും ഉഗ്രൻ വ്യൂ ആണെന്നാണ് പറയപ്പെടുന്നത്. നമ്മളിപ്പോൾ ഈ ടൊയോട്ടയുടെ ഈ ലൈഫ് സ്റ്റൈൽ പിക്കപ്പ് ട്രക്കുകൾ എന്ന് പറയുന്ന പല തരത്തിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ റെഡ് വണ്ടി കാണുന്നത് ഇവിടുത്തെ ഒരു ബസ്സായിട്ട് തന്നെ കണക്കാക്കാം. അതിൽ ബാക്കിൽ ആളെ കയറ്റിക്കൊണ്ടാണ് അവർ പോകുന്നത്. അപ്പോൾ എല്ലാ തരത്തിലും കുടുംബങ്ങളായാലും ഇങ്ങനെയുള്ള പീപ്പിൾ മൂവർ എന്നുള്ള നിലയ്ക്കായാലും ഇതാണ് ഇവിടുത്തെ ഒരു മെയിനായിട്ട്. അത് ഇസുസുവിൻ്റെ ആയാലും ടൊയോട്ടയുടെ ആയാലും അതങ്ങനെ ഉപയോഗിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. വേറൊരു കാര്യമുള്ളത്, നമുക്ക് ബാങ്കോക്ക് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ളത് ടുക്ക് എന്ന് വിളിക്കുന്ന ഓട്ടോറിക്ഷയാണെങ്കിൽ പട്ടയ ചെന്നാലും അതുപോലെ ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ വരുമ്പോഴും നമ്മൾ അധികം കാണുന്നത് ഇത്തരത്തിലുള്ള പിക്കപ്പ് ട്രക്കുകളാണ്. ഇത് ഇതൊക്കെ ഇസുസുവിനാണ്. ഇസുവിന് ഒരല്പം വിലക്കുറവുണ്ട് ഇവിടെ ടൊയോട്ടയേക്കാൾ. അതുകൊണ്ടാണ് ഈ ടാക്സി സെഗ്മെൻറ്റിലൊക്കെ അധികവും ഇസുസു ഉപയോഗിക്കുന്നത്.
എന്തായാലും ഇതിൽ നമുക്ക് ഓരോ സ്ഥലത്ത് നിർത്തുന്നു, ആൾ കയറുന്നു ഇറങ്ങുന്നു, അതിൻ്റെതായ ചെറിയ പൈസ കൊടുക്കുന്നു, അങ്ങനെ വളരെ ലാഭകരമായിട്ട് സഞ്ചരിക്കാൻ പറ്റും. ഇപ്പോൾ ഇതിനകത്ത് ആൾക്കാർ കയറിയിരിക്കുക, നിറയാൻ വേണ്ടി ഇരിക്കുകയാണ്. നിറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ വണ്ടി വിടും. അപ്പോൾ ഇതാണ് നമ്മുടെ അമ്പലത്തേക്കുള്ള സ്റ്റെപ്പ്. 1000 സ്റ്റെപ്പുകളുടെ തുടക്കമാണ് നിങ്ങൾ കാണുന്നത്. 350 ഉള്ളോ? 1000 ഇല്ല. ആഴ്ച 1000 ആണെന്ന് വിചാരിച്ചാൽ നമ്മൾ റെഡിയായിട്ട് വന്നിട്ട് 350 ഉള്ളത്. എന്ത് കഷ്ടമാണ്. ആണോ? നമ്മളാണ്. കേബിൾ കാറുണ്ടോ? അത് ശരി. അത് മതി. ഇവിടെ കേബിൾ കാറുണ്ടെന്നാട്ടോ പറയുന്നത്. ആണോ? എഴുതിയിട്ടുണ്ടോ? സീരിയസ്ലി? കേബിൾ കാറുണ്ടത്. കേബിൾ കാർ നമ്മൾ യങ്സ്റ്റേഴ്സ് നടക്കാം. പക്ഷെ വയസ്സായ ആൽവിനെയൊക്കെ പോലുള്ളവർ എന്ത് ചെയ്യുന്നുള്ള 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 16, 17, 18, 19, 20. ഇനി 340 ഉള്ളൂ. ഇനി 340 സ്റ്റെപ്പുള്ള. നമ്മുടെ നാട്ടിൽ ഈ തമിഴ്നാട്ടിലൊക്കെയുള്ള അമ്പലങ്ങളിൽ കയറുന്ന ഒരു സ്റ്റൈലാട്ടോ. നമ്മുടെ ട്രിച്ചി മലൈക്കോട്ട ഒക്കെ കയറുന്നതല്ല കയറി നോക്കാം. പിന്നെ സ്റ്റെപ്പ് നല്ല വൈഡ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ലെന്ന് തോന്നുന്നു. നോക്കട്ടെ. എൻ്റെ അമ്മ അവിടെ കിടക്കുന്നുണ്ടോ? നമ്മുടെ ഫോർച്യൂണർ വേണേൽ കയറും. ഇപ്പോൾ ചൈനയിലെ സ്റ്റെപ്പ് കയറി ഇത് റേഞ്ച് റോവർ കയറിയതുപോലെ പരീക്ഷയായിരുന്നു. So that is the end? Yes. The big pagoda there. ഇതിനറ്റത്ത് കാണുന്നത് അമ്പലം കേട്ടോ. അത്രയും കൂടെ ഉള്ളൂ. അത്രയും ഉള്ളൂ. അതാ നമ്മൾ കയറും. അപ്പോൾ ചൈനീസ് ഡ്രാഗണാണ് ഈ കാണുന്നത്. രസമല്ല, ഇവിടുന്ന് അങ്ങ് ഏറ്റവും മുകളിൽ വരെ ഈ ഡ്രാഗണിൻ്റെ വാല് പോലെയാണ് ഇതിൻ്റെ ഈ ഒരു ഫെൻസിങ്ങിൻ്റെ സൈഡ് കണ്ടോ, അങ്ങേറ്റം വരെ. അപ്പോൾ അതിൻ്റെ ഒരു ഗ്രീൻ നിറവും ഇതിൻ്റെ റെഡും ഒക്കെ കൂടെയാണ് രസം. മൊത്തത്തിൽ ഈ ചൈനീസ് കൈൻഡ് ഓഫ് അമ്പലങ്ങളൊക്കെ ഭയങ്കര ബ്രൈറ്റ് ആയിരിക്കും കളേഴ്സിൻ്റെ കാര്യത്തിൽ. ഇതും അങ്ങനെ തന്നെ. ഇതായാലും അതിനറ്റത്ത് കാണുന്നതാണ് മെയിൻ പഗോഡ. അപ്പോഴത്തേക്കും ഈ പറഞ്ഞ 360 സ്റ്റെപ്പാകും. 1000 എന്നൊക്കെ ആദ്യം നമ്മളെ പറഞ്ഞ് പേടിപ്പിച്ചതാണ്. പിന്നെ പാമ്പുംകാവൊക്കെ പോലെ ഇടയ്ക്കിടയ്ക്ക് പാമ്പിൻ്റെ ശില്പങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ മണ്ണാർ ശാലയൊക്കെ പോലെ പാമ്പിൻ്റെ ശില്പങ്ങളും ഉണ്ട്. അങ്ങനെ നമ്മൾ മുകളിലെത്തി 360 സ്റ്റെപ്പ് കയറി എത്തി. 360 കൂടുതലൊന്നുമല്ല സ്റ്റെപ്പിനെണ്ണം. പക്ഷേ നമ്മൾ ഈ സ്റ്റെപ്പൊന്നും കയറാൻ ജീവിച്ചിട്ട് അതിൻ്റെ ബുദ്ധിമുട്ട് വന്നതാ. അതെ. മഴ സെൻറ്ററിലേക്കുള്ള വഴിയാണിത്. ഇവിടെ പലതരത്തിലുള്ള ബുദ്ധനെ കാണാം. കണ്ടോ, അവിടെ ഹിന്ദു ദൈവങ്ങളുടെയൊക്കെ പോലെ പല കൈകളൊക്കെയുള്ള നമ്മുടെ ബ്രഹ്മാവിൻ്റെയൊക്കെ പോലെയുള്ള ശിവൻ ഇവിടെ ഉണ്ട്. ഡ്രാഗണുകൾക്കിടയ്ക്കുള്ള ഒരു കുഞ്ഞ് ബുദ്ധൻ്റെ ആ മുദ്രയെ കാണിച്ചുള്ള ഇരിപ്പ്, എല്ലാം വെണ്ണക്കൽ ശില്പങ്ങൾ. ഇവിടെയൊക്കെ പക്ക ചൈനീസ് ഒരു രീതികളൊക്കെ കേട്ടോ. നമുക്ക് എന്തായാലും മെഡിറ്റേഷൻ സെൻറ്ററിലേക്കല്ല പോകേണ്ടത്. കാരണം മെഡിറ്റേഷൻ സെൻറ്റർ നമ്മൾ നൊച്ച വയ്ക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് മുകളിലേക്ക് കയറി നോക്കാം. എന്താണ് മലമുകളിലെ പഗോഡ. ഇത് പണ്ട് ഇവിടുത്തെ രാജ്ഞി വന്ന സമയത്തെ പടങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. രാജ്ഞി പോലും ബുദ്ധിസ്റ്റ് മങ്കിൻ്റെ മുന്നിൽ ഇരിക്കുന്നില്ല. കണ്ടോ, മുട്ടുകുത്തിയാണ് നിൽക്കുന്നത്. ഇവിടെ ഈ രാജ്യത്ത് ഏറ്റവും പദവിയുള്ളത് ബുദ്ധിസ്റ്റ് സന്യാസിമാർക്കാണ്. നമ്മൾ ബസ്സിലേക്ക് ഒരു സന്യാസി കയറി വന്നാൽ സീറ്റില്ലെങ്കിൽ ആരായാലും എഴുന്നേറ്റ് കൊടുക്കും. ആ രീതിയിൽ അവർ പുരോഹിതരെ ആദരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് മുൻവശം പഗോഡയുടെ. ഇതൊരു ട്രഡീഷണൽ തായ് അല്ലെങ്കിൽ ചൈനീസ് രീതി തന്നെയാണ്. ടിബറ്റൻ രീതി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മുടെ ചെരുപ്പിട്ട് കയറാൻ പാടില്ല, ഷോർട്ട്സ് ഇട്ടും കയറരുത്, ഷോർട്ട് സ്കേർട്ട് ഇട്ടും പോകാൻ പാടില്ല. നമ്മളായാലും ഇതൊക്കെ ഇട്ടിരിക്കും. നമുക്ക് കയറി നോക്കാം. ഭാഷാമേ,
നമ്മൾ ഈ യാത്രകളിൽ ഏറ്റവും സൗകര്യം നമുക്ക് ഷോർട്സും അതുപോലെ തന്നെ എന്താണ് സ്നീക്കേഴ്സും ഒക്കെയാണ്. പക്ഷേ പലപ്പോഴും പല രാജ്യങ്ങളിലും പല അമ്പലങ്ങളിലും പള്ളികളിലും ഒന്നും നിക്കറിട്ട് കയറ്റില്ല, ഷൂ ഇട്ട് കയറ്റില്ല. അപ്പോൾ പ്രത്യേകിച്ച് ഈ ബുദ്ധിസ്റ്റ് രാജ്യങ്ങളിൽ ഇപ്പോൾ നമ്മൾ കംബോഡിയ, വിയറ്റ്നാം, തായ്ലൻഡ് അങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ പോകുമ്പോൾ എന്തായാലും നമ്മുടെ ഒരു ദിവസത്തെ ടൂറിലൊരു ബുദ്ധിസ്റ്റ് ടെമ്പിൾ കാണും. അവിടെ ഇത്തരത്തിലുള്ള ഡ്രസ്സൊന്നും ഇട്ട് കയറ്റുകയില്ല. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നത് ഇത്തരം യാത്രകളിൽ ഇത്തരം രാജ്യങ്ങളിലൊക്കെ ജീൻസോ പാൻറ്റൊക്കെ ഇട്ട് സാധാരണ ചെരുപ്പൊക്കെ ഇട്ട് പോകുന്നതായിരിക്കും. അതുകൊണ്ട് നമുക്കിപ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ല, കയറാൻ പറ്റിയിട്ടുണ്ട്. ബുദ്ധിസ്റ്റ് ടെമ്പിളുകൾക്ക് എപ്പോഴും ലോകത്തെവിടെ ഏതാണ്ട് ഒരേ രൂപമാണ്. ഇവിടെ ഇപ്പോൾ അത് തന്നെയാണ് കാണുന്നത്. പക്ഷേ കിഡിലൻ ഗോൾഡൻ സ്തൂപം. ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും മനോഹരമായ ബുദ്ധിസ്റ്റ് ടെമ്പിളുകൾ മ്യാൻമാറിലാണ്. മ്യാൻമാറിൽ നമ്മൾ ഞെട്ടിക്കുന്ന സംഭവങ്ങളൊക്കെയാണ്. ഇവിടെ ഏതാണ്ട് അതുപോലെ തന്നെ നമ്മുടെ പല അമ്പലങ്ങളിലുള്ള പോലെ സ്വർണ്ണപ്പാളികൾ കൊണ്ട് മൂടിയിരിക്കുകയാണ്. ഇവിടെ പലതരത്തിലുള്ള ബുദ്ധൻസ്. നമ്മുടെ ഇന്ത്യയിൽ ജനിച്ച ആളാണെന്നുള്ള നമുക്കൊരു സന്തോഷമുള്ള കാര്യമാണ്. ഇതാണെന്ന് തോന്നുന്നു മെയിൻ സാങ്ക്ടോറിയം. ഇതിൽ നിരവധി ബുദ്ധന്മാരും അവരുടെ രാജാവും ഉണ്ട് കേട്ടോ. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇവിടെ മെയിൻ ബുദ്ധിസ്റ്റ് മങ്കിരിപ്പുണ്ട് കേട്ടോ. നമ്മുടെ മരിച്ചുപോയ ശാശ്വതികാനന്ദ സ്വാമിയെ പോലുള്ളൊരു ലുക്കുണ്ട് കേട്ടോ പുള്ളിക്ക്. കണ്ടോ, മുട്ടിക്കുത്തിയിരിക്കുന്നുള്ള എല്ലാവരും. ആരും കണ്ടോ ഇഴഞ്ഞിഴഞ്ഞാണ് പോരുന്നത് പോലും. അത്രയ്ക്ക് ബഹുമാനിക്കപ്പെടുന്നുണ്ട്. ഇവിടെ നമ്മുടെ അനന്തശയനം നടത്തുന്ന ബുദ്ധൻ. ഇന്ന് വെയിലില്ലാത്തതുകൊണ്ട് നല്ല രസമുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ ഭയങ്കര ചൂടായിരിക്കാൻ സാധ്യതയുണ്ട്. മലയുടെ മുകളാണല്ലോ. ഇവിടെയും രാജാവിനൊരു സ്ഥലമുണ്ട്. മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ പഗോഡയുടെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ്. ചിയാങ് മായ് സിറ്റിയുടെയും അനുബന്ധ പ്രദേശങ്ങളുടെയും കാഴ്ചയാണ്. അത് എയർപോർട്ടാണ്. ഒരു ഫ്ലൈറ്റ് ഇങ്ങനെ നീങ്ങി വരുന്നത് കാണാം. ഇവിടുന്ന് മനോഹരമായ ദൃശ്യം. ചുറ്റും മഞ്ഞും ഒക്കെ അങ്ങനെ മൂടി നിൽക്കുകയാണ്. ഇവിടെ എപ്പോഴും ഇങ്ങനെ ഒരു മിസ്റ്റ് ഇങ്ങനെ നിൽക്കുന്ന നല്ല തണുപ്പുള്ള അന്തരീക്ഷമായിരിക്കും. ഇവിടെ ഇങ്ങനെ ഒരു നല്ല മണ്ഡപമൊക്കെ ഉണ്ടാക്കി ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്കൂടി നമുക്ക് ആ പഗോഡയുടെ ഒരറ്റം കാണാം. ഇങ്ങനെ ഒരു വ്യൂ കാണാം. അതിൻ്റെ ഷേപ്പൊക്കെ നല്ല രസമല്ല. എല്ലായിടത്തും ഡ്രാഗണിൻ്റെ ഷേപ്പുണ്ട് കേട്ടോ. 13 കൺഫേം ആക്കാം കേട്ടോ. എനിക്ക് 14 ഷൂട്ട്. നമ്മളിപ്പോൾ പോകുന്ന ലോങ് നെക്കാരൻ വില്ലേജ് എന്ന് പറയുന്നത് വഴിയൊന്നും തെറ്റി നമ്മൾ വീണ്ടും തിരിക്കുകയാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഈ തായ്ലൻഡിൽ അങ്ങനെ ഒരു ട്രഡിഷൻ ഇല്ല. ഈ കഴുത്തിൽ വളയമിട്ട് കഴുത്തിന് നീളം കൂടുന്നൊരു ട്രഡിഷൻ ഇല്ല. പക്ഷേ ഇത് ഈ ഒരു ട്രൈബ് എന്ന് പറയുന്നത് മ്യാൻമറിൽ നിന്നും പണ്ട് ഇവിടെ കുടിയേറിയവരാണ്.
അപ്പോൾ അവരിവിടെ പണ്ടോട്ടെ താമസിക്കുന്നു. അതിൽ പ്രായമുള്ള സ്ത്രീകളാണ് ഇപ്പോഴും ആ ഒരു ട്രഡീഷൻ പിന്തുടരുന്നത്, കഴുത്തിൽ ലോങ് നെക്ക് കഴുത്ത് ആക്കി ജീവിക്കുന്നത്. ഇതല്ലേ അല്ല, പക്ഷേ ഇപ്പോൾ പുതിയ തലമുറ അതൊന്നും ചെയ്യുന്നില്ല. തന്നെയല്ല, പുതിയ തലമുറ ഇവിടെ അങ്ങനെ നിൽക്കുന്നൊന്നുമില്ല. അവർ പല വഴിക്ക് ജോലിക്കൊക്കെ പോവാണ്. എന്തായാലും ഇപ്പം ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് വലിയ ടൂറിസ്റ്റ് പ്ലേസാണ്. ഇപ്പം നമുക്ക് ചെല്ലുമ്പോൾ കാണാം ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ ഒരു എൻട്രൻസ് ഫീ ഒക്കെ ഉണ്ട്. അപ്പോൾ ആ എൻട്രൻസ് ഫീ എന്ന് പറയുന്നത് ഇവരുടെ ഈ ഒരു ഗ്രാമത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. തന്നെയല്ല, അതിനകത്തൊരു മാർക്കറ്റ് പോലെയുണ്ട്. അപ്പോൾ അവിടെ ഇവരുണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു സ്വന്തമായിട്ട് ഈ അവിടുത്തെ ഈ ടൂറിസം കൊണ്ട് ജീവിക്കുന്ന ഒരു ജനതയാണെന്നാണ് പറയേണ്ടത്. നമ്മുടെ ഈ ടൊയോട്ട ഫോർച്യൂണറുകൾ ഇതുവരെ ഇത്തരം മലയൊന്നും കയറിയില്ല അല്ലേ? ഒരു ഗട്ടർ പോലും ചാടിയിട്ടില്ല. പക്ഷേ ഇപ്പം ലോങ് നെക്ക് കാരനിലേക്ക് പോകുമ്പോൾ ചെറിയൊരു കയറ്റവും ഗട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സൈഡിലൊക്കെ കൃഷിഭൂമികളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ലോങ് നെക്ക് കാരൻ എത്തിക്കഴിഞ്ഞു. ഇന്നിപ്പോൾ വലിയ തിരക്ക് കാണുന്നില്ലല്ലോ, അധികം വണ്ടികളൊന്നും കാണുന്നില്ല. 2-3 വണ്ടികളൊക്കെ ഉള്ളൂ. ഇത് ഡോഗ്സ് ബോയിലിട്ടുകൊണ്ട് നിൽക്കുന്നത് ഡോഗ്സ്. അപ്പോൾ നമ്മൾ ലോങ് നെക്ക് കാരൻ വില്ലേജിലേക്ക് ഷോർട്ട് നെക്ക് മലയാളികൾ ഒരു സംഘം എത്തിയിരിക്കുകയാണ്. നമ്മളപ്പോൾ ഇനി അവരെ കാണാൻ വേണ്ടി പോകുന്നു. അതിൻ്റെ ഉള്ളിലേക്കാണ് ആ ഗ്രാമം. ഇവിടെ നമുക്ക് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. കമൺ. അപ്പോൾ ലോങ് നെക്ക് കാരൻ വില്ലേജിൻ്റെ എൻട്രൻസ് ആണ് നമ്മൾ കാണുന്നത്. ഇത് മുഴുവൻ നമ്മൾ വന്നു കഴിഞ്ഞിട്ട് വന്ന കുറേ ടൂറിസ്റ്റുകൾ ഒരുമിച്ച് വന്നു. അപ്പോൾ അവരുടെ കുറേ എന്താ പറയുക മാർക്കറ്റിൽ കൂടെയാണ് നമ്മൾ അങ്ങോട്ട് എത്തേണ്ടത്. ഇതാണ് ഈ സംഭവം. കഴുത്ത് നീളുന്ന രീതിയിൽ ഇത്തരം റിങ്ങുകളിട്ട് വർഷങ്ങൾ കൊണ്ട് കഴുത്തിന് നീളം കൂടുന്നു. അതുകൊണ്ടുണ്ടാകുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് കഴുത്തിൻ്റെ സ്ട്രെങ്ത് കുറയും എന്നാണ് പറയുന്നത്. അപ്പോൾ അതില്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. കഴുത്ത് ഒടിഞ്ഞു പോകുന്നൊരവസ്ഥ വരുമല്ലോ, അതങ്ങനെ ഇത്രയും ലോങ് ആയി കഴിയുമ്പോൾ. അത്തരം പ്രശ്നങ്ങളൊക്കെ അവർ നേടുന്നുണ്ട്. പക്ഷേ ഒരു ട്രഡീഷൻ്റെ ഭാഗമായതുകൊണ്ട് അതങ്ങനെയൊക്കെ നടന്നു പോകുന്നു. എന്തായാലും ഹായ് താങ്ക് യു. വിൽ കം ബാക്ക്. അപ്പോൾ ഇവിടുന്ന് നമ്മുടെ ചെറുപ്പക്കാരായ യുവാക്കളൊക്കെ ഷർട്ടൊക്കെ വാങ്ങിക്കുന്നുണ്ട്. ഇവിടെ അധികവും തുണി തരങ്ങളാണ്, റെഡിമെയ്ഡ് സാധനങ്ങളൊക്കെ അവർ വിൽക്കാൻ വെച്ചിരിക്കുന്നത്. കൊച്ചു കുട്ടികൾക്ക് നല്ല ഭംഗിയുള്ള ഉടുപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇതേ കേട്ടോ, നല്ല കുഞ്ഞുടുപ്പുകൾ ഉണ്ട്. അവിടെയാണ് ആ ടീഷർട്ടിൽ ഇവിടുത്തെ ലഭ്യമായ എല്ലാ ബിയറുകളും ആണ് അത് കാണുന്നത്. ചാങ്, ഹെയ്നിക്കൻ, എലിയോ, 100 പൈപ്പേഴ്സ് എല്ലാം ഉണ്ട് കേട്ടോ. ബിയർ മാത്രമല്ല മറ്റു കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ലോങ് നെക്ക് കാരൻ്റെ ഇത് വാങ്ങിക്കാൻ കിട്ടും. പ്രതിമകൾ വാങ്ങിക്കാൻ കിട്ടും. ഇവർ മ്യാൻമാറുകാരാണെന്ന് തെളിയിക്കുന്ന സംഭവം വെച്ചാൽ ഈ മുഖത്ത് ചന്ദനം പരട്ടിയിരിക്കുന്നുണ്ട്. ഇത് മ്യാൻമാറിൽ രാവിലെ എഴുന്നേറ്റ് സ്ത്രീകൾ ഒരു കടിയായിട്ട് ഇവിടെ ചന്ദനം തേക്കും. അതാണ് ഇപ്പോൾ ഇവർ കാണുന്നത്. ഇത് തായ്ലൻഡിലെ സ്ത്രീകൾ ചെയ്യുന്നതല്ല. പക്ഷേ ഹലോ ആ മുഖത്ത് തേച്ചിരിക്കുന്നത് മ്യാൻമാർ രീതിയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒന്നത് വില ചോദിക്കട്ടെ. ഹൗ മച്ച് ഫോർ ദിസ്? 300. ടു മച്ച്. യു മേഡ് ഇറ്റ്. പുള്ളിക്കാർ തന്നെ ചെത്തി എടുത്തുണ്ടാക്കിയാണ് എന്നാണ് പറയുന്നത്. ഞാൻ 300 പറഞ്ഞതിന് 200 രൂപ പറഞ്ഞിട്ട് പോകുന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം അതിന് 250 രൂപ വില മതിക്കുന്നതാണ് എന്നുള്ളതാണ്. പിന്നെ ഇന്ത്യക്കാരെന്നുള്ള നിലയ്ക്ക് ബാർഗെയിൻ ചെയ്യാന്നുള്ള നമ്മുടെ ഒരു രീതി ആയതുകൊണ്ട് നമുക്കത് ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. രക്തത്തിലുണ്ടത്, രക്തത്തിൽ. അതെ. ഈ നല്ല സുന്ദരിയുണ്ടോ? ഒരു സുന്ദരിയൊക്കെ ഉണ്ടോ? ഒരു കുഞ്ഞു സുന്ദരിയൊക്കെ ഉണ്ടോ? ഇതാണ് ഇവരുടെ വീട്. ഇതിൻ്റെ പിന്നിൽ കാണുന്ന ഈ കമ്പിൽ ഉയർന്നു നിൽക്കുന്ന ഈ തടി കൊണ്ടുള്ള വീടാണ് ഇവർ താമസിക്കുന്ന വീടുകളാണ്. ഇവിടെ ഇപ്പോൾ ഇവർ അത്യാവശ്യം നല്ല രീതിയിലാണ് താമസിക്കുന്നത്. കാരണം ഇവിടെ ഈ ടൂറിസത്തിൽ നിന്ന് നല്ല പൈസ കിട്ടുന്നുണ്ട്. ഇവിടെ എൻട്രൻസ് ഫീ അടക്കമുള്ള എല്ലാം ഉള്ളതുകൊണ്ട് നല്ല രീതിയിലാണ് ജീവിക്കുന്നത്. മ്യാൻമാറിൽ നിന്ന് പക്ഷേ ഓരോരോ പ്രശ്നങ്ങൾ കൊണ്ട് ഓടി പോകുന്നവരാണ് ഇവരൊക്കെ. യെസ്, അതാണ് ഈ മുഖത്തൊരു ചന്ദനമൊക്കെ കണ്ടില്ല. അത് മ്യാൻമാറുകാരുടെ പെണ്ണുങ്ങൾ അങ്ങനെ ചെയ്യും. ഹായ്. അടിപൊളി. വാങ്ങിച്ചു കേട്ടോ. ഇതാ
നമ്മുടെ മുതലാളി വാങ്ങിച്ചിരിക്കുകയാണ്. ഇനി ഇത് മാവേലിക്കര മാന്നാറിലൊക്കെ ഇതിട്ട് കഴിച്ചിട്ടുണ്ട് നടക്കുന്ന കാണും. അപ്പോൾ അറിയണം ഇത് ഇവിടെ നിന്ന് വാങ്ങിച്ചതാണെന്നുള്ള കാര്യം. നല്ല രസമുള്ള കാണാൻ. കവിളുകൾ ഇവരുടെ കവിളെല്ലാം ഇത്ര ഉണ്ട്. കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ ഇത്രയും കവള. അടുത്തയാൾ ഇത് നല്ല മറ്റൊരു സുന്ദരി. ഇത് വെച്ചിട്ട് വേണം. ഹായ്, ഇതാണോ നല്ല സുന്ദരിയല്ലേ? നല്ല രസമാണ്. നമ്മളീ പയ്യനെ വിവാഹാലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഏത് പിള്ളേരെ കണ്ടാലും സുന്ദരിയാന്ന് പറഞ്ഞത്, അല്ലാതെ മറ്റൊന്നും വിചാരിക്കരുത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. കട്ട് ചെയ്തു. ഇസ് ഇറ്റ് ഒറിജിനൽ? നോ അല്ലെന്ന് ചുമ്മാ വെച്ചിരിക്കുന്നു. ഹായ്, നമ്മൾ കല്യാണാലോചന മോളെ. ഞാൻ ഇതുവരെ ഈ ഫാർ ഈസ്റ്റ് കൺട്രീസിൽ കണ്ടിട്ടുള്ള ഏറ്റവും സുന്ദരിമാരെന്ന് പറയുന്നത് മ്യാൻമാറിലാണ്. അതിസുന്ദരിമാരാണ്, നല്ല രസമാണ്. ഇത് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. നമ്മുടെ തായ്ലൻഡിലെ പെൺകുട്ടികളെക്കാളും വളരെ സുന്ദരിമാരാണ് മ്യാൻമാർ. What is the final price? 150 baht. Yeah, very cheap, very cheap. 2 for 200, okay. So they are not here now? No more already. Oh. I don't know that. But this one last time. In the other place you can see the original one. Only yes, one. Only one. But Yeah, you can see 6 different. Yes. So ഇതാണ് ശരിക്കുള്ള ലോങ് നെക്ക്. കാരണം ഇതിപ്പോൾ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ആരും അത് ഒറിജിനലി വെക്കുന്നില്ല. എല്ലാവരും ഇപ്പം എന്താ പറയുക, വ്യാവസായിക അടിസ്ഥാനത്തിലായി ഇപ്പം ചുമ്മാ വെക്കുന്നതാണ്. ഇതാണ് ശരിക്കും ഒറിജിനൽ. ആ പ്രായമുള്ള സ്ത്രീയുടെ മുഖത്ത് നോക്കിയാൽ കാണാം. അപ്പോൾ നമ്മൾ ലോങ് നെക്ക് കാരൻ വില്ലേജ് കണ്ടു. ഞാൻ 2 സാധനങ്ങൾ വാങ്ങിച്ചു. ഇതാ 1, 2. ഇത് നമ്മൾ പുതിയ വീട്ടിൽ ചില സ്ഥലങ്ങളൊന്ന് ഫില്ല് ചെയ്യാനുണ്ട്, അതിനുവേണ്ടി വാങ്ങിച്ചതാണ്. കൂടാതെ എന്തോ ഇതിനെല്ലാം കൂടെ 150 ബാട്ടായി. ആ 150 ബാട്ട് ഞാൻ അല്ല 150 അല്ലേ ഉള്ളൂ. 300. നിങ്ങളങ്ങനെ കൂട്ടിക്കൊണ്ട് പോകല്ലേ. 350 ബാട്ടായി കേട്ടോ. എന്നുവെച്ചാൽ 750 രൂപയായി. ഇതാണ് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം. ഇവിടെ ഒന്ന് വന്നേ മോനെ, ഇങ്ങോട്ട് തിരിഞ്ഞ് നിന്നേ. ഇത് മസാജ് ചെയ്യാൻ അടിപൊളി സാധനം കേട്ടോ. തായ്ലൻഡ് വന്നിട്ട് ഇത് വെച്ച് വേണോ ചെയ്യാമെന്നൊരു ചോദ്യമുണ്ട്. പക്ഷേ എങ്കിലും വീട്ടിൽ പോയി കഴിഞ്ഞാൽ ആരുമില്ലല്ലോ, ഇവിടെ അല്ലേ ഉള്ളൂ മസാജ് ചെയ്യാൻ സ്ഥലം. നല്ല സുഖമാണ്. അത് ഇവിടെ മാത്രമല്ല, ഇപ്പോൾ കൈ ഇവിടെ വേദനയുണ്ട്, ഇവിടെ ചെയ്യാം. കൊള്ളാം. വേറെ 100 ബാട്ട്, അതായത് 220 രൂപ അതൊക്കെ ഉള്ളൂ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ആഹാരം കഴിക്കാനായിട്ട് പോവാണ്. എന്നാലും ഈ ലോങ് നെക്ക് കാരൻ എന്ന് പറയുന്നത് ഇപ്പോൾ വെറുതെ ഒരു പരിപാടി മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഒറിജിനലി ലോങ് നെക്ക് ഉള്ളവരൊക്കെ വളരെ കുറഞ്ഞു. പുതിയ തലമുറ ചെയ്യാൻ തയ്യാറാകുന്നില്ല. എങ്കിലും രസമുണ്ട്, സംഭവമൊക്കെ ആകെ രസമുണ്ട്. പിന്നെ ഇവരുടെ ഈ ഹാൻഡിക്രാഫ്റ്റ്സ് സാധനമൊക്കെ വാങ്ങിക്കാനും ഒക്കെ വളരെ ചീപ്പായിട്ട് കിട്ടുന്നുണ്ട്. അപ്പം ഇനി പോവല്ലേ അല്ലേ? റെഡി. അപ്പോൾ നമ്മൾ കഴിക്കാൻ വേണ്ടി വന്ന സ്ഥലമാണ്. ഇതാണ് എന്താ പറയണ്ടത്, ഒരു പുഴയുടെ സൈഡിൽ ഒരു ഓപ്പൺ എയർ റെസ്റ്റോറൻ്റ് ആട്ടോ നമ്മൾ കഴിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പുഴയുടെ സൈഡിലുള്ള ഒരു റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞാൽ പുഴ മൊത്തം മണ്ണൊക്കെ എടുത്ത് പോയി. ആ സൈഡൊക്കെ ഉണ്ടോ, പുഴ ആകെ അലമ്പായിരുന്നെന്ന് തോന്നുന്നു. ഇവിടെ വെള്ളപ്പൊക്കമൊക്കെ കഴിഞ്ഞോട്ടുണ്ട്. എന്തായാലും എന്തൊക്കെയാണ് ഫുഡുള്ളതെന്ന് നോക്കട്ടെ. അപ്പോൾ അതാ മെനു. ഇതിനകത്ത് പോർക്ക് റിബിൻ്റെ സ്പെല്ലിംഗ് ഉണ്ടോ, RIP ആണ്. അതായത് പോർക്ക് റെസ്റ്റ് ഇൻ പീസാണ്, RIB അല്ല. ഉണ്ടോ?
is called Tom Yum. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ ഉച്ചഭക്ഷണം കഴിഞ്ഞു. പതിവ് പോലെ ഞാനും ശ്യാമും പതിവ് പോലെ തന്നെ സീ ഫുഡ് ഫ്രൈഡ് റൈസ് കഴിച്ചു. പിന്നെ ഫിഷ് വലുതായിട്ട് വലിയ ഫിഷ് അതേപടി പൊരിച്ചത്, പിന്നെ റൈസ് വിത്ത് ചിക്കൻ, റെഡ് കറി, അങ്ങനെ പല സാധനങ്ങളുമായിരുന്നു. നല്ല ഫുഡായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ ചിയാങ് റായിലേക്ക് പോവുകയാണ്. ചിയാങ് റായ് ഇവിടുന്ന് 1.5 മണിക്കൂർ ദൂരമുണ്ട്. അവിടെ ആണ് ഇന്ന് രാത്രി താമസിക്കുന്നത്. ഇനി അവിടെ എത്തിയാൽ ഇന്ന് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. നാളെ നമ്മൾ കാണാൻ പോകുന്നത് ഗോൾഡൻ ട്രയാങ്കിൾ, അതായത് 3 രാജ്യങ്ങൾ ഒരുമിച്ച് ചേരുന്ന ഒരു പോയിൻ്റ് ചിയാങ് റായിലെ. അത്തരം കാഴ്ചകളൊക്കെയാണ് നാളെ കാണുന്നത്. പിന്നെ ലാവോസിൻ്റെ ഒരു ഐലൻഡിലേക്ക് പോകാൻ സാധിക്കും. അവിടുന്ന് വിസ ഇല്ലാതെ പോകാം. ആ ഐലൻഡിൽ മാത്രമായിട്ട് പോയിട്ട് തിരിച്ച് കൊണ്ടുവിടുന്ന പരിപാടിയുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത്. അപ്പോൾ ഇനി നേരെ ചിയാങ് റായ്. നമ്മുടെ ചിയാങ് റായിലെ ഹോട്ടലിലേക്ക് 3 മണിക്കൂർ 48 മിനിറ്റ് ഉണ്ട്. 232 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ സാമാന്യം ഭേദപ്പെട്ട ഒരു ഡ്രൈവാണ് ഇനിയിപ്പോൾ നമ്മളെ കാത്തിരിക്കുന്നത്. ചെറിയ മഴയുമുണ്ട്. പോവാം ശ്യാമേ, കമാൺ. നമ്മളിപ്പോൾ ചിയാങ് മായിലും ചിയാറാങ്ങിലേക്ക് പോകുമ്പോൾ ഇതുപോലെ ഇഷ്ടംപോലെ ഹോട്ട് സ്പ്രിങ്സ് കാണാം. ഇവിടെ ഇപ്പോൾ സാധാരണ ഇതിൽ പകലാണെങ്കിൽ ആളുകൾ ഇവിടെ മുട്ടയൊക്കെ വിൽക്കാൻ നടക്കുന്നുണ്ട്. നമുക്ക് മുട്ട അപ്പം തന്നെ പുഴുങ്ങി കഴിക്കുകയൊക്കെ ചെയ്യാം. അത്രയധികം ചൂടുണ്ടാവും.